നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ബേജാറാകേണ്ട, നമുക്ക് എല്ലാവർക്കും ബ്യൂട്ടി സിൽക്സിലേക്ക് പോകാം. അവിടെ ആകുമ്പോ എല്ലാവരുടെ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷനും ഉണ്ട്. വലിയ വിലയാവില്ല. രാജ്യത്ത് കേന്ദ്ര സർക്കാർ വക ഇരുട്ടടി. വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടുന്ന ജനതയ്ക്ക് ഇന്ധന ഷോക്ക് നൽകി സർക്കാർ. പെട്രോൾ ഡീസൽ നിരക്കുകൾ ചൊവ്വാഴ്ച മുതൽ 2 രൂപ വർദ്ധിക്കും. എക്സൈസ് ഡ്യൂട്ടിയിൽ വർദ്ധിപ്പിച്ചത് 2 രൂപ. ഗാർഹിക പാചകവാതക സിലിണ്ടർ വില 50 രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചു. അമേരിക്കൻ ഭരണകൂടത്തിന്റെ പ്രതികാര തീരുവകൾ മൂലം ആഗോള വ്യാപാര യുദ്ധം ഉണ്ടാകുമോ എന്ന ഭീതി നിലനിൽക്കുന്നതിനാലാണ് നടപടി. ഉയർന്ന ഇന്ധനവില ഗാർഹിക ബജറ്റ് താളം തെറ്റിക്കുമെന്ന് ആശങ്ക. വേനൽ മഴയോടൊപ്പം ഭീതിയും ആശങ്കയും സൃഷ്ടിച്ച് അതിശക്തമായ ഇടിമിന്നൽ. മുണ്ടൂർ പഴമുക്കിൽ വൻ നാശനഷ്ടം. നിരവധി വീടുകളിൽ ഇലക്ട്രിക്കൽ സംവിധാനങ്ങളും ഗൃഹോപകരണങ്ങളും കത്തിനശിച്ചു. ജനം വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയോടി. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. ജബൽപൂരിൽ ക്രൈസ്തവ സമൂഹത്തിന് നേരെ ആക്രമണം. അതിശക്തമായ പ്രക്ഷോഭവുമായി കത്തോലിക്ക കോൺഗ്രസ്. വിവിധ യൂണിറ്റുകളിൽ പ്രകടനങ്ങളും പ്രതിഷേധ പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. അത്താണി പരിശുദ്ധ വ്യാകുല മാതാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിരവധി പേർ പങ്കെടുത്ത പ്രകടനവും പൊതുയോഗവും വികാരി ഫാദർ ഇട്ടിയച്ചൻ കുരിശ്ശേരി നേതൃത്വം നൽകി. സംഘടനാ കരുത്തും കൂട്ടായ്മയും വിളിച്ചോതി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ സമ്മേളനം. സർവീസ് പെൻഷൻകാർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ നിലപാടുകൾ വലിയ തിരിച്ചടി സമ്മാനിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന പ്രക്ഷോഭങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി. കേന്ദ്ര സർക്കാരിന്റെ ദ്രോഹ നിലപാടുകളെ പ്രതിരോധിച്ച് കേരളം വികസന കുതിപ്പിന്റെ പാതയിലാണെന്ന് സേവ്യാർ ചിറ്റിലപ്പിള്ളി MLA. പ്രതിരോധം. എയ്റോസ്പേസ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ മികച്ച ഫോർജിംഗ് വ്യവസായ സ്ഥാപനം സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിംഗ്സ് ലിമിറ്റഡിന് മിന്നുന്ന നേട്ടം. പ്രവർത്തന ലാഭത്തിൽ വൻ കുതിച്ചു ചാട്ടം. 2024-25 സാമ്പത്തിക വർഷത്തിൽ ലാഭത്തിൽ 155% വർധന. വിറ്റുവരവ് 70.05 കോടിയിൽ നിന്ന് 76.05 കോടിയിലെത്തി. 2025 മാർച്ചിൽ സ്ഥാപനത്തിന് ലഭിച്ചത് 36 കോടി രൂപയുടെ ഓർഡർ. മുണ്ടത്തിക്കോട് കോടശ്ശേരിമല ശിവപാർവതി ക്ഷേത്രത്തിൽ ശിവപാർവതി മാതൃസംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കാര്യസിദ്ധി പൂജയ്ക്ക് തുടക്കം. ഭക്തി നിർഭര പരിപാടി 21 ഞായറാഴ്ചകളിൽ. സ്വാമി പൂർണ്ണാനന്ദ തീർത്ഥ ഉദ്ഘാടനം ചെയ്തു. കുമരനെല്ലൂർ കറുവണ്ണ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ഏപ്രിൽ 28 മുതൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ബ്രോഷർ പുറത്തിറങ്ങി. ഉത്രാളിപ്പൂരം കുമരനെല്ലൂർ വിഭാഗം പ്രസിഡന്റ് AK സതീഷ് കുമാർ എങ്കക്കാട് ദേശം സെക്രട്ടറി PR സുരേഷ് കുമാറിന് നൽകി പ്രകാശനം ചെയ്തു. പ്രേം നസീർ സോഷ്യോ കൾച്ചറൽ ഓർഗനൈസേഷന്റെ കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് വടക്കാഞ്ചേരിയുടെ ജനകീയ ഡോക്ടർ KA ശ്രീനിവാസൻ തിരഞ്ഞെടുക്കപ്പെട്ടു. മുഖ്യ രക്ഷാധികാരി P ചന്ദ്രകുമാർ ഡോക്ടർക്ക് പുരസ്കാരം കൈമാറി. ആരോഗ്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് അവാർഡ്. സംസ്ഥാനത്ത് ലോട്ടറി ടിക്കറ്റ് വില വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധം. വിലവർധന പിൻവലിക്കണമെന്ന് INTUC. ഓൾ കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസ സമരം. AICC വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. കൈപ്പമംഗലം കാളമുറിയിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലേക്ക് ഓടിക്കയറി 4 പേർക്ക് പരിക്ക്. വടക്കാഞ്ചേരി കുന്നുംകുളം റോഡിൽ കാഞ്ഞിരക്കോട് വളവിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ
ടെലികോം കമ്പനിയുടെ ജംഗ്ഷൻ ബോക്സ് ഇടിച്ചു തകർത്തു.